എങ്ങനെയുണ്ടായിരുന്നു? ഫസ്റ്റ് ഹാഫ് ആയിരുന്ന ബെറ്റർ, സെക്കൻഡ് ഹാഫ് ആയിരുന്ന ബെറ്റർ? പേടിച്ചായിരുന്നു? ഞെട്ടിയാ? എങ്ങനെ രാഹുൽ സദാശിവന്റെ മറ്റു സിനിമകളെ അപേക്ഷ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ബ്രോ എങ്ങനെയുണ്ട് ബ്രോ? കൊള്ളായിരുന്നോ? എങ്ങനെ ഫസ്റ്റ് ഹാഫ് ആയിരുന്നോ സെക്കൻഡ് ഹാഫ്? കൊള്ളാം. എല്ലാം കൊണ്ടും അടിപൊളി പടമായിട്ടുണ്ട്. സൗണ്ട് ഡിസൈനും വളരെ അടിപൊളിയായിട്ടുണ്ട്. എല്ലാം കൊണ്ടും നന്നായിട്ടുണ്ട്. എല്ലാവരുടെയും പെർഫോമൻസ് ആണെങ്കിലും ശരി, കഥയാണെങ്കിലും ശരി, ട്വിസ്റ്റ് ആണെങ്കിലും ശരി, എല്ലാം അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. പ്രണവ് എല്ലാവരും നന്നായിട്ടുണ്ട്. എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. എത്തിയിട്ടില്ല. നമ്മള് കുറച്ചുകൂടെ എക്സ്പെക്ട് ചെയ്ത് വന്നത് അത്രയും കിട്ടിയിട്ടില്ല. രാഹുൽ സദാശിവന്റെ പഴയ സിനിമ പോലെ ആയിട്ടില്ല. നമ്മളൊരു ബ്രഹ്മയുഗം, അതിനു മുമ്പ് ഭൂതകാലം കണ്ട അത്ര വെച്ച് നല്ല പേടിപ്പിക്കുന്നുണ്ട്. പക്ഷെ അത്രയ്ക്ക് പോരാ, നമ്മളെ പ്രതീക്ഷ അത്രയില്ല. പ്രണവ് നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നി. പ്രമേയം പരമായി വന്നിട്ടില്ല. മറ്റേ ആദ്യത്തെ പടത്തൊക്കെ ഭൂതകാലം നന്നായി ചെയ്തിട്ടുണ്ട്. സാധാരണ ഹൊറർ ഫിലിം കാണുന്ന ഒരു ജംസ്കെയർ ഒന്നുമില്ല. ഈ സൈലൻസിന്റെ ഒരു പേടിപ്പെടുത്തുന്നുണ്ട്. വെറും സൈലൻസ് മാത്രമുള്ള കുറെ സീൻസ് ഉണ്ട്. നല്ല കൊള്ളാമല്ലോ. നന്നായിട്ട്. ബ്രോ എങ്ങനെയുണ്ട് ബ്രോ? പടം എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് പടം? എങ്ങനെ പേടിച്ചോ? പേടിപ്പിച്ച്. എങ്ങനെയുണ്ട്? പ്രണവൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഈ രാഹുൽ സദാശിവന്റെ നേരത്തെ പടങ്ങൾ കണ്ടിട്ടുണ്ടോ? ബ്രഹ്മയോഗം, ഭൂതകാലമൊക്കെ കണ്ടിട്ടുണ്ടോ? അതുപോലൊക്കെ ആയിട്ടുണ്ടോ? അതിലും മേളിലാണോ പടം? അതിലും കൊള്ളാം. കുഴപ്പമില്ല, കൊള്ളാം. പക്ഷെ എന്തുവാ, നമ്മുടെ ഭൂതകാലമാണ് പുള്ളിയുടെ ഡയറക്ഷൻ വെച്ച് ഏറ്റവും ബെറ്റർ എന്ന് എനിക്ക് തോന്നി. ഫസ്റ്റ് ഹാഫ് അടിപൊളിയാ. സെക്കൻഡ് ഹാഫ് കുറച്ച് ക്രിഞ്ച് സീൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഓക്കെ, കൊള്ളാം. നല്ലപോലെ പ്രണവ് നല്ലപോലെ ചെയ്തിട്ടുണ്ട്. നല്ല ആക്ടിങ് ആണ്. ഓക്കെ. മേക്കിംഗ് ഒക്കെ അടിപൊളി. പിന്നെ സൗണ്ട് എഫക്ട്സ് ഒക്കെ നമുക്ക് പേടിക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ട്. ഫസ്റ്റ് ഹാഫ് ഒക്കെ പേടിക്കാനുള്ള ചെറിയ ബിജിഎം ഒക്കെ കൊള്ളാം. നല്ല അടിപൊളിയായിട്ട് ചെയ്തേക്കുന്ന. പ്രണവിന്റെ ആക്ടിങ് അടിപൊളിയായിട്ടുണ്ട്. കൊള്ളാം. തിയേറ്ററിൽ തന്നെ കാണണം. തിയേറ്റർ എക്സ്പീരിയൻസ് ഏറ്റവും അതെ. അല്ലാതെ കണ്ടാ അത്ര ഇതാകത്തില്ല. തിയേറ്ററിൽ കാണണം. തിയേറ്റർ എക്സ്പീരിയൻസ് കൊള്ളാം. മൊത്തത്തിൽ കൊള്ളാം. സെക്കൻഡ് പാർട്ട് എന്തായാലും കാണും. ഭൂതകാലം കഴിഞ്ഞിട്ടായിരിക്കും മേ ബി ഇതിന്റെ സെക്കൻഡ് പാർട്ട് എനിക്ക് തോന്നുന്നു. ഇനി ഭൂതകാലത്തിന്റെ സെക്കൻഡ് പാർട്ട് ഒരു ചെറിയ യൂണിവേഴ്സ് സെറ്റപ്പിൽ കൂടി നിർത്തിയിട്ടുണ്ട്. എല്ലാ കഥയാണല്ലോ ഇപ്പൊ. കൊള്ളാം. ഇഷ്ടപ്പെട്ട പടം? ഒരു രക്ഷയില്ല. ഭൂതകാലത്തിന് ശേഷം അത് അതേ തീമി തന്നെ ഒരു കിടിലം പടം. ഭൂതകാലത്തിന് മേളിൽ വരുമോ സിനിമ? ആ ഒരു ലെവലിൽ തന്നെ ഉണ്ട്. നിരാശപ്പെടുത്തിയില്ല. പ്രണവൊക്കെ അടിപൊളി. പ്രണവ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. മേക്കിംഗ് ബേസ് ഒക്കെ, മേക്കിങ്ങും മ്യൂസിക്കും ക്യാമറ ഷോട്ട്സ് എല്ലാം അടിപൊളി. എല്ലാം നന്നായിട്ട് വന്നിട്ടുണ്ട്. ഒരു പീക്ക് പടം. അടിപൊളി പടം. ഒരു രക്ഷയില്ല. ഞെട്ടിയോ? കൊള്ളാം. എങ്ങനെ ഉണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ ചേട്ടാ? എങ്ങനെ ഉണ്ട് ചേട്ടാ പടം? ഇഷ്ടപ്പെട്ടോ ബ്രോ? എങ്ങനെ ഉണ്ടായിരുന്നു ബ്രോ പടം? നല്ല പടമായിരുന്നു. എങ്ങനെയുണ്ട്? മേക്കിംഗ് ഒക്കെ എങ്ങനെ? നല്ല രീതി എടുത്തു വെച്ചിട്ടുണ്ട്. നല്ല സിനിമയായിരുന്നു. രാഹുലിന്റെ ടോപ്പാണ് ഈ സിനിമ? ടോപ്പ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ നല്ല സിനിമയായിരുന്നു. നല്ല സിനിമ. ഈ പേടിപ്പിക്കുന്ന രംഗങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അങ്ങനെ ജംസ് കേസ് ഒന്നും ഇല്ല, പക്ഷെ കുറച്ച് നല്ല ഈ പ്രയത്നം കൊണ്ടുവന്ന സീനൊക്കെ നല്ല രീതിയിൽ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു ബ്രോ? എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ നല്ല പടമാണ്. അതേ പറഞ്ഞ പോലെ തന്നെ പ്രയോജനം കൊണ്ടുവരുന്നത് അത്യാവശ്യം നല്ല രീതിക്ക് ഒട്ടും ബോറടി ഇല്ലാതെ ചെയ്തിട്ടുണ്ട്. വലിയ കാസ്റ്റിംഗ് ഒന്നും ഇല്ലല്ലോ സിനിമയ്ക്ക്? കാസ്റ്റിംഗ് വെച്ചാൽ കുഴപ്പമില്ല, എല്ലാം കൊള്ളാം, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. രാഹുലിന്റെ ടോപ്പ് എന്ന് പറയാൻ പറ്റുമോ? പറയാം.